കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 52-ാം വാക്യം. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. യേശു കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശിഷ്യന്മാർ വളരെ സന്തോഷവാന്മാരായി. അവർ പറഞ്ഞു, 12 കൊട്ട, നമ്മുടെ എണ്ണത്തിനൊത്തവണ്ണം 12 കൊട്ട മിച്ചവും വന്നു. മീൻ നുറുക്കും അപ്പക്കഷ്ണങ്ങളും മിച്ചവും വന്നു. വളരെ ജയം. 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായി. യേശു കർത്താവ് എന്തോ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവൻ തൻ്റെ വഴികളെ മോശയ്ക്കും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കൾക്കും കാണിച്ചു. ശുശ്രൂഷകനെ ദൈവം പഠിപ്പിക്കുന്നു. വിടുതൽ, അത്ഭുതം, സൗഖ്യം, അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇതിനുപയോഗിക്കപ്പെടുന്ന ശുശ്രൂഷകൻ ആത്മീയ വർധന പ്രാപിക്കണമെന്ന്, വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന്, അവൻ ആത്മമണ്ഡലത്തിൽ പറക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് ഇവരെ 2 പേരെ വെച്ച് 6 ഗ്രൂപ്പായിട്ട് ദൈവവേലയ്ക്ക് അയക്കുന്നുണ്ട്. പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പൈസ എടുക്കരുത്, ചെരുപ്പിട്ടോ, ഒരു വടിയെടുത്തോ, അതല്ലാതെ എക്സ്ട്രാ ഉടുപ്പും വേണ്ട, ബാഗും വേണ്ട, അപ്പവും വേണ്ട, പേഴ്സും വേണ്ട, നിങ്ങൾ ചെല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം നോക്കാം. ഇവർ പോയി. പിന്നീട് ഒരു സാഹചര്യത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ഇല്ലാതെ നിങ്ങളെ വിട്ടിട്ട് എന്തെങ്കിലും കുറവുണ്ടായോ? ഒന്നുമില്ലെന്നേ. കാരണം കർത്താവ് ഇവരെ വിശ്വാസം പഠിപ്പിക്കുക. നിങ്ങൾ പോയി രോഗസൗഖ്യം കൊടുക്കുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കുകയാണ്, നിങ്ങൾക്കുള്ള പ്രൊവിഷൻ അതിൽ നിന്ന് വരികയാണ്. അങ്ങനെ ശുശ്രൂഷ കഴിഞ്ഞ് വന്നവർ ഒത്തിരി പേര് അടുക്കൽ വന്നു കൂടിയപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. യേശുവിന് സത്യത്തിൽ ഭക്ഷണം കഴിക്കണോ എന്നുള്ള ചിന്ത പോലും ഇല്ല. അപ്പോൾ ഇവരുടെ ആത്മാവിനൊരു ആശ്വാസം കിട്ടണം. കർത്താവ് പറയണം, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിന്. അതിലുണ്ട് ഈ സാധനം. യേശുവിൻ്റെ ശിഷ്യന്മാർക്കുള്ള, വിശ്വാസികൾക്കുള്ള ഒരു ഏകാന്ത സ്ഥലം, വേറിട്ട് വന്ന് ആശ്വസിക്കാൻ പറ്റിയ സ്ഥലം. അതെന്താണ്? ബുദ്ധിക്ക് അതീതമായത്, തലയ്ക്ക് മനസ്സിലാകാത്തത്, ഹൃദയത്തിന് മനസ്സിലാകുന്ന യേശുവിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഷ. അത് 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പുലർത്തുന്നതാണ്, മിച്ചം വരുന്നതാണ്. ഒരു അത്ഭുതം കണ്ടെങ്കിലും എങ്ങനെയാണെന്ന് ചിന്തിച്ചില്ല, മനസ്സിലാക്കിയില്ല. അത് യേശുവിന് മനസ്സിലായി. യേശു അതുകൊണ്ടെന്ന് പറ്റി ഇവരെ നിർബന്ധിച്ച് വഞ്ചിയെ കയറി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. കാറ്റ് പ്രതികൂലമായപ്പോൾ ഇവർ വലയുന്നത് കണ്ടു. ജീവിതത്തിൽ ചില വലച്ചിലുകൾ വരും, അലച്ചിലുകൾ വരും. ബിസിനസ്സിലോ, പഠനത്തിലോ, കുടുംബജീവിതത്തിലോ. ഇതെല്ലാം മോളിൽ കണ്ടുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട്. കല്യാണം കഴിക്കാൻ നിന്നോട് പറഞ്ഞവൻ, ബിസിനസ് ചെയ്യാൻ നിന്നോട് പറഞ്ഞവൻ, ഉപജീവനത്തിനുള്ള മാർഗത്തിന് നിന്നെ അയച്ചവൻ, ദൈവവേലയ്ക്ക് നിന്നെ അയച്ചവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനെന്താ വരാത്തത്? തക്ക സമയത്ത് വരും. ആ സമയത്ത് നിനക്കൊരു ദൂത് തരും. ആ സമയത്ത് അവൻ്റെ ഇടപെടലിൽ നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. നിൻ്റെ ഹൃദയം കടുത്തിരിക്കുന്ന അവസ്ഥ മാറും. അപ്പോൾ യേശു കർത്താവ് കടലിൻ്റെ മീതെ നടന്നു. ഇവർ വിചാരിച്ച് ഭൂതമാണെന്ന്. ഇന്നും അങ്ങനെയാണല്ലോ, ഭൂതം എല്ലാം ചെയ്യും. അതുകൊണ്ട് ഭൂതത്തിൻ്റെ ആൾക്കാരെല്ലാം പോകും. ദൈവത്തിന് ശക്തിയില്ലെന്നും പറയാതിരിക്കും. ശക്തിയുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഭൂതത്തെ കൂട്ടുപിടിക്കണമെന്നും പറഞ്ഞാണ് എല്ലാവരും ഭൂതത്തിൻ്റെ പുറകെ പോകുന്നത്. സത്യാരാധനയ്ക്ക് ആൾക്കാരില്ല. അല്ലാത്ത ഭൂതം വിടൽ കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾ കൂടുന്നു. ഇത് തന്നെ കാര്യം. ഹല്ലേലൂയ. കർത്താവാണിതെല്ലാം ചെയ്യുന്നതെന്നും കർത്താവിനെ കൂടാതെ ഉയരത്തിൽ നിന്നല്ലാതെ മനുഷ്യർക്കൊന്നും ലഭിക്കാൻ കഴിയുന്നില്ലെന്നും ഈ മനുഷ്യർ അറിയുന്നില്ല. എന്താ വ്യത്യാസം? ദൈവം നിങ്ങൾക്ക് അപ്പം തന്നാൽ ആ അപ്പം നിങ്ങൾക്കൊരു അസുഖം വരുത്തുകയില്ല. മറുവശത്ത് പിശാച് നിങ്ങൾക്ക് അപ്പം തന്നാൽ ആ അപ്പം നിങ്ങൾക്ക് ദഹനക്കേട് വരുത്തും. ആ അപ്പം നിങ്ങൾക്ക് അപ്പം വായിക്ക് രുചിയാണെങ്കിലും അപ്പം വിശപ്പ് മാറുമെങ്കിലും പിന്നീട് അത് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ആ അപ്പം കഴിച്ചുണ്ടാകുന്ന ആരോഗ്യം നിങ്ങൾക്ക് നന്മയ്ക്കല്ല, നാശത്തിനാണ്. ദൈവം തരുന്ന സമ്പത്തും പിശാച് തരുന്ന സമ്പത്തുമായിട്ടും ഇതുപോലെ വ്യത്യാസമുണ്ട്. ദൈവം തരുന്ന സമ്പത്ത് അനുഗ്രഹത്തിൻ്റെതാണ്. പിശാച് തരുന്നത് തലമുറകൾക്ക് നാശത്തിനാണ്. ഇവിടെ എന്താണ് കർത്താവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? 1, വിശ്വാസ ജീവിതത്തിൽ നിങ്ങളുടെ പ്രൊവിഷനുള്ളത്. നോക്കിയ പൈസ ഉണ്ടെങ്കിലും 200 വെള്ളിക്കാശുമായിട്ട് ഞങ്ങൾ പോയി മേടിക്കട്ടെ, ഈ സമയത്ത് എവിടെ കിട്ടും? പൈസയ്ക്ക് പറ്റാത്തത്.
പൈസ ഉണ്ടെങ്കിലും മെനക്കെടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ വിശ്വാസത്താൽ നിങ്ങൾക്ക് പരിഹരിക്കാം. പൈസ കൊണ്ട് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയും വിശ്വാസത്താൽ. മറുവശത്ത് നിങ്ങളുടെ അധ്വാനം ഉണ്ടെങ്കിലും കാറ്റടിച്ചപ്പോൾ നിങ്ങൾ വലഞ്ഞു പോയില്ലേ? നിങ്ങൾ 12 പേരില്ലേ? വഞ്ചിയില്ലേ? പങ്കായവില്ലേ? എന്നിട്ട് നിങ്ങൾ വലഞ്ഞു പോയില്ലേ? വിശ്വാസത്താൽ ഈസിയായിട്ട് ക്രോസ് ചെയ്യാം. ഹല്ലേലൂയ. ഇന്നും നമുക്ക് തരുന്ന സന്ദേശം അത് തന്നെയാണ്. വിശ്വാസി പ്രശ്നങ്ങൾക്ക് മേലെയാണ്, തിരമാലകൾക്ക് മേലെയാണ്. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ ജയാളികളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, തൃപ്തിയുള്ളവരായി മുന്നോട്ട് പോകാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. ആമേൻ.